നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറാണോ അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല. ഓരോ ദിവസം കഴിയുമ്പോഴും ബിസിനസ് നഷ്ടത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി താഴോട്ട് പോകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ സൊല്യൂഷൻസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ബിഫോർ വി ഗെറ്റ് ഇൻ ടു ദാറ്റ്, ഐ എം സുബിൻ SP, CEO by degree. We are into digital businesses and we are running an online digital businesses education platform. അവിടെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കോഡിംഗ്, ഫിറ്റ്നസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ആൻഡ് വി ടീച്ച് പീപ്പിൾ അല്ലെ സ്റ്റുഡൻസ് ഓൺ ഹൗ ടു മേക്ക് മണി. ഈ കമ്പനി ഞാൻ സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങിയാണ്. അപ്പം ഈ കമ്പനീസ് തുടങ്ങിയപ്പോൾ ഞാൻ പഠിച്ച കുറേ കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബിസിനസ് ഇതായിട്ട് പോയപ്പോഴാണെങ്കിലും എൻ്റെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു പോകുന്നു എന്ന് എനിക്ക് തോന്നി തുടങ്ങിയപ്പോഴും, അല്ലെങ്കിൽ പല പല വർക്കുകൾ നമ്മൾ CEO ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട അപ്പോൾ ഒരുപാട് വർക്കുകളുണ്ട്. അതിപ്പോൾ സെയിൽസ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ഓപ്പറേഷൻസ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, ഇതിലെല്ലാം നമ്മൾ ഇടപെടേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ എത്ര മാറി നിന്നാലും നമുക്ക് എപ്പോഴും ഒരേ പണി വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ ഫോൺ നിൽക്കില്ല. അപ്പം ഈ ലെവലിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് മിസ് ഔട്ട് ആവുന്ന കുറേ കാര്യങ്ങളുണ്ട്. കാരണം ശരിക്കും ആസ് എ CEO നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ പോകും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ബിസിനസ്സിനെ കുറച്ചുകൂടി എക്സൽ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ആ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അപ്പം നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് നിങ്ങൾക്ക് ഇതുപോലെ ബിസിനസ് സൈഡ് ആയിക്കോട്ടെ, ഫൈനാൻസ് സൈഡ് ആയിക്കോട്ടെ, ട്രേഡിംഗ് ആയിക്കോട്ടെ, കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ചാനലിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് വീഡിയോസ് ആയിരിക്കും. കാരണം ഞാൻ ഒരു സ്റ്റോക്ക് ട്രേഡർ കൂടിയാണ്. അങ്ങനെയുള്ള എന്ത് കണ്ടൻസ് വേണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, നിങ്ങൾക്ക് വേണ്ട കണ്ടൻസ് എന്താണ്, എന്തിനെ പറ്റിയിട്ട് കൂടുതൽ വീഡിയോസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് എങ്ങനെ നിങ്ങളുടെ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബിസിനസ്സിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ ഇൻക്രീസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. സോ ഫസ്റ്റ് തിങ്, ക്ലിയർ ഗോൾസ്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഗോൾസ്, അതുപോലെ വിഷൻ വേണം. നിങ്ങളുടെ കമ്പനി എന്താണ്, നിങ്ങളുടെ കമ്പനി എന്താണ് ആവേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏത് ലെവലിൽ നിൽക്കുന്നു എന്നുള്ളതിലല്ല, നിങ്ങൾക്ക് ഏത് ലെവലിലോട്ടാണ് എത്തേണ്ടത് എന്നുള്ളൊരു കറക്റ്റ് ഐഡിയ അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റിംഗ് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യണം. അതില്ലാതെ നിങ്ങൾ കാണാം, ഒരു വഴിക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് ആ പോകേണ്ട ഡെസ്റ്റിനേഷൻ അറിയില്ലെങ്കിൽ നമ്മൾ വെറുതെ വണ്ടി ഓടിച്ച് നടക്കത്തേ ഉള്ളൂ. അപ്പം ആദ്യം നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ട സാധനം ഡെസ്റ്റിനേഷനാണ്. നിങ്ങൾക്ക് എവിടെ എത്തണം, അങ്ങനെ ഉള്ള ഒരു ഗോൾ നിങ്ങൾ ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക. കാരണം പലരും ഈ പറഞ്ഞാലും ബിസിനസ് തുടങ്ങും, പലരും പറയുന്നത് കേട്ടിട്ട് ബിസിനസ് തുടങ്ങും, അല്ലെങ്കിൽ ചുമ്മാ ഓക്കെ കുറേ പേരെ തുടങ്ങി അതുകൊണ്ട് ഞാനും തുടങ്ങാം, അല്ലെങ്കിൽ കുറേ പേർക്ക് അതിൽ നിന്ന് ലാഭം കിട്ടി ഞാനും തുടങ്ങാമെന്ന് പറയും. പക്ഷേ നിങ്ങൾക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ടൊരു ധാരണയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താക്കണം അല്ലെങ്കിൽ എന്താവണം എന്നുള്ള ഒരു ഗോളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ആ ഒരു സൈഡ് ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഗോൾ എന്താണ്, നിങ്ങൾക്ക് എവിടെയാണ് എത്തേണ്ടത്, കമ്പനി എവിടെ എത്തിക്കണം, റവന്യൂ ആണെങ്കിലും അല്ലെങ്കിൽ ഓപ്പറേഷൻ സൈഡാണെങ്കിലും സർവീസ് സൈഡാണെങ്കിലും എങ്ങനെ വർക്ക് ചെയ്യണം, ആരുമായിട്ട് വർക്ക് ചെയ്യണം, എത്ര റവന്യൂ വരണം, ഈ വക കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നല്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗോൾ വേണം. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആസ് എ CEO നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ടാസ്കുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരാൾ നിങ്ങളായിരിക്കും. അപ്പം നിങ്ങളുടെ ടാസ്കുകൾ പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ മാർക്കറ്റിങ്ങിൽ പുറകിൽ കുറേ നേരം ഇരിക്കുമ്പോഴായിരിക്കും സെയിൽസിൽ കുറേ പണി ചെയ്യാനുണ്ടല്ലോ എന്ന് തോന്നുന്നത്. അപ്പോൾ സെയിൽസിൻ്റെ പുറകെ പോകുമ്പോഴായിരിക്കും ഓപ്പറേഷൻസിൽ നിന്ന് പണി വരുന്നത്. അപ്പം ഏതെങ്കിലുമൊക്കെ കുളമായിക്കൊണ്ടിരിക്കും. അത് എല്ലാവരുടെയും. ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിലും ഞാൻ ഈ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോൾ ബ്രാൻഡിങ് എന്ന് പറഞ്ഞിട്ട് പോകും. ബ്രാൻഡിങ് എന്ന് പറഞ്ഞു പോകുമ്പോൾ ബാക്കി എല്ലാം കുളമാവും. ഞാൻ കൂടുതലും സെയിൽസ് ഓറിയൻറ്റഡ് ആയിട്ട് പോകുമ്പോഴത്തേക്കും ബാക്കിയുള്ള സൈഡ് ചിലപ്പോൾ പ്രശ്നമാവും. ഇതെല്ലാം നമുക്ക് ഈക്വലായിട്ട് ടൈം കണ്ടെത്തിയെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടാസ്കുകൾ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ തന്നെ നമുക്ക് പല കാറ്റഗറീസ് ആയിട്ട് തിരിക്കാൻ പറ്റും. അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. കാരണം നമുക്ക് സമയമില്ല. പെട്ടെന്ന് ഏറ്റവും അർജൻറ്റായിട്ട് നിൽക്കുന്നതും അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അപ്പോൾ തന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ സമയം പോകുന്ന കേസാണ്. പിന്നുള്ളൊരു കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ അർജൻ്റ് അല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് സമയമുണ്ട്, നമുക്കത് പിന്നത്തേക്ക് മാറ്റി വെക്കാം. അത് അപ്പം തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് ചെയ്യണം. അർജൻറ്റും ആണ് ഇമ്പോർട്ടൻ്റും ആണെങ്കിൽ അതായിരിക്കണം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്, അർജൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റി വെക്കാനുള്ള സ്പേസ് എന്തായാലും ഉണ്ട്. പിന്നുള്ളൊരു കാര്യമാണ് അർജൻറ്റ് ബട്ട് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ യു. ഇങ്ങനെയുള്ളൊരു കേസ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അത് ഡെലിഗേറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ CEO ആയിട്ടിരിക്കും, നിങ്ങൾക്ക് ഒരു ടീം മെമ്പേഴ്സ് ഉണ്ടാവും, നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, നിങ്ങളുടെ കസിൻസോ ബ്രദേഴ്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള ടാസ്കുകൾ വരുന്നത് നിങ്ങൾ അപ്പം തന്നെ ഡെലിഗേറ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് എല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എക്സ്പെർട്ടായിട്ടുള്ള ഏരിയാസ് കാണും, നിങ്ങൾ എക്സ്പെർട്ട് അല്ലാത്ത ഏരിയാസ് കാണും. പക്ഷേ നിങ്ങൾക്ക് എക്സ്പെർട്ടായിട്ടുള്ള ആരെങ്കിലും അറിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരാളെ അറിയായിരിക്കും. അവരോട് സംസാരിക്കുക, ഡെലിഗേറ്റ് ചെയ്യുക. ഇതാണ് അങ്ങനെയുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. പിന്നെ ഉള്ളത് നോട്ട് അർജൻറ്റ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി വിടുക. അനാവശ്യമായിട്ട്
നമ്മൾ ഈ പിടിക്കുന്ന വള്ളി എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ പറഞ്ഞ ഒരു കാറ്റഗറി. അങ്ങനെയുള്ള വള്ളികൾ ഒഴിവാക്കി വിടുക. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയാതിരിക്കുക. പിന്നെ തേർഡ് പോയിന്റ് എന്ന് പറയുന്ന ഒരു കാര്യം, ലേൺ ടു മാനേജ് ടൈം. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, പല പല കാര്യങ്ങളിലേക്ക് സമയം സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡെലിഗേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു, ഇഗ്നോർ ചെയ്യേണ്ട കേസുകൾ പറഞ്ഞു. അപ്പം ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈം, കാരണം ആസ് എ CEO നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സാധനം എന്ന് പറയുന്നത് നിങ്ങളുടെ പൈസയേക്കാൾ ഉപരി നിങ്ങളുടെ ടൈമാണ്. കാരണം നിങ്ങൾക്ക് ഏറ്റവും കയ്യിലില്ലാത്ത സാധനം നിങ്ങൾക്ക് തോന്നും പൈസ ആയിരിക്കുമെന്ന്, പക്ഷേ നിങ്ങൾക്ക് കയ്യിലില്ലാത്ത സാധനം സമയമായിരിക്കും ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ. കാരണം അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റേത് ചെയ്യണം. അപ്പം നിങ്ങൾ ഈ ഒരു സമയത്ത് കറക്റ്റായിട്ട് നിങ്ങളുടെ ടാസ്കുകൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പെർട്ടൈസ് ഉള്ള ഏരിയ എവിടെയാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പോയിൻറ്റും ഇല്ല. കാരണം ഈ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ പ്രസൻസ് വേണം. നിങ്ങൾ ഓൺ എ ഡെയിലി ബേസിസ് നിങ്ങൾക്ക് അതിന് ടൈം കണ്ടെത്താൻ പറ്റണം, അല്ലെങ്കിൽ ടൈം ഡിഫൈൻഡ് ആയിരിക്കണം. അതല്ല നിങ്ങൾ ഒരു ദിവസം ഒരു ടാസ്ക് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക്കാണ്, അതിനാദ്യം നിങ്ങൾ സമയം കണ്ടെത്തണം. അപ്പോൾ അതിനനുസരിച്ച് ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു ടൈം മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റ്, അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിൽ 1 മിനിറ്റ്, അത് വേസ്റ്റ് ആയി പോകരുത് അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിന്. കാരണം ആസ് എ CEO അല്ലെങ്കിൽ ഒരു കമ്പനി തുടങ്ങുമ്പോഴെന്ന് പറഞ്ഞാൽ മൊത്തം സ്ട്രഗിളും സാക്രിഫൈസും ആയിരിക്കും. ഇപ്പം ചിലർ പറയുന്ന പോലെ ദ മോർ സാക്രിഫൈസ് യു മേക്ക് ദ മോർ സക്സസ്ഫുൾ യു വിൽ ബി എന്ന് പറയും. അപ്പം അത്രയും സാക്രിഫൈസ് ഉള്ള ഒരു കാര്യമാണിത്. അപ്പോൾ അത്രയും സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അനാവശ്യമായിട്ട് സമയം കളയുന്ന ഒരു പരിപാടി നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ചിലപ്പം ഈ പറയുന്ന പോലെ ഫ്രണ്ട്സുമായിട്ടൊന്ന് അടിച്ച് വിളിക്കാൻ പോകാനായിരിക്കും പറ്റത്തില്ല, സമയം കിട്ടത്തില്ല. അപ്പം ഞാനൊക്കെ ആണെങ്കിൽ പണ്ട് ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സുമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുമായിരുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഏതെങ്കിലും കല്യാണമോ എന്തെങ്കിലും പരിപാടികളൊക്കെ വരുമ്പോൾ കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ 5 ഡിഗ്രി തുടങ്ങിയിട്ടാണെങ്കിൽ 5 ഡിഗ്രി തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 20 ഫ്രണ്ട്സിന് മുകളിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു കല്യാണത്തിന് പോലും ഞാൻ പോയിട്ടില്ല. എനിക്കൊന്നും ഒരു കല്യാണത്തിന് എന്തായാലും പോയിട്ടുണ്ട്. അതല്ല ഒരു കല്യാണത്തിന് മുമ്പിൽ എനിക്ക് സമയം കഴിയില്ല. കാരണം ഇനി ഇവിടെ സ്റ്റാഫുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എൻ്റെ ബിസിനസ്, അല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങൾ നടക്കണം, എൻ്റെ ടൈം കറക്റ്റായിട്ട് എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യണം എന്നുള്ളതായിരിക്കും, അതർ ദാൻ അൺനെസസറി തിങ്. അപ്പം ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. അതിലായിരിക്കും നിങ്ങളുടെ ഒരു വലിയൊരു വിജയം ഇരിക്കുന്നത്. സോ അത് മാക്സിമം ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ തിങ്സ് എല്ലാം ടേക്കൺ കെയർ ആയിരിക്കും. കാരണം ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ഗോൾ ഉണ്ടാവുക, വിഷൻ ഉണ്ടാവുക, അതേപോലെ തന്നെ കറക്റ്റായിട്ടുള്ള പ്രയോറിറ്റി ലിസ്റ്റുകളും ടാസ്കുകളും ഉണ്ടാക്കുക. എന്നിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ടൈം മാനേജ്മെൻറ്റ് ചെയ്യുക, കറക്റ്റായിട്ട് ടൈം മാനേജ് ചെയ്യുക, ഓരോ ടാസ്കിനും വേണ്ടി അലോക്കേറ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ് ഡെലിഗേറ്റ് ചെയ്യുക എന്നുള്ളത്. അത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഒരു CEO എന്നുള്ള നിലയിൽ. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ കൂടെ കാണും. കാരണം ഇപ്പം ഒരു സെയിൽസ് സെല്ലാണെങ്കിൽ നിങ്ങൾക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ഉണ്ടാവും, മാർക്കറ്റിംഗ് സെല്ലാണെങ്കിൽ മാർക്കറ്റ് ചെയ്യാൻ ഒരാളുണ്ടാവും. അപ്പം അവരിലേക്ക് ഈ വക ടാസ്കുകൾ വരുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും. നിങ്ങൾക്ക് എങ്ങനെ കമ്പനി മാർക്കറ്റ് ചെയ്യണം, എങ്ങനെ സെല്ല് ചെയ്യണം, ഇങ്ങനെയുള്ള കുറേ ഐഡിയാസ് ഉണ്ടാവും. ഇത് പ്രോപ്പറായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരെ ടാസ്ക് ചെയ്യിപ്പിക്കുക. അപ്പം നിങ്ങൾ അവിടെ ഫ്രീ ആവും, നിങ്ങൾക്ക് അവിടെ ടൈം കിട്ടും. നിങ്ങൾ വർക്ക് ചെയ്യേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കുക. നിങ്ങൾ ചെയ്യാനുള്ള കാര്യത്തിൽ നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്യുക. ഇതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ റോള് ഭയങ്കര വലുതാണ്. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടും. കാരണം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തലയിടുന്നില്ല. നിങ്ങളുടെ കുറേ ടാസ്കുകൾ നിങ്ങൾ വേറെ ബാക്കിയുള്ളവരെ ഏൽപ്പിച്ച് കഴിഞ്ഞു. അപ്പം നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഒരു CEOക്ക് ഏറ്റവും സമയം വേണ്ടി ചിന്തിക്കാനാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചിന്തിക്കാൻ സമയം വേണം. അല്ലെങ്കിൽ ഓക്കെ മാർക്കറ്റിങ്ങിൽ ഈ കാര്യം നടക്കുന്നുണ്ട്, കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, സെയിൽസിൽ ഇത്ര റവന്യൂ കയറുന്നുണ്ട്, കൂടുതൽ റവന്യൂ എങ്ങനെ കയറ്റാൻ പറ്റും, അല്ലെങ്കിൽ ടീം കുഴപ്പമില്ല, ഇന്ന് എങ്ങനെ ടീം മെമ്പേഴ്സിനെ കൂട്ടാൻ പറ്റും, എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒരു CEOക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ പറഞ്ഞ ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് സമയം വേണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ആൾക്കാരുടെ പണി നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. പ്രോപ്പറായിട്ടുള്ള ആൾക്കാരെ ഡെലിഗേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതിൽ പ്രോപ്പറായിട്ട് ആൾക്കാരെ കണ്ടെത്തി വേണം ഡെലിഗേറ്റ് ചെയ്യാൻ. കാരണം നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ പറ്റണം എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളിരുന്ന് ചെയ്യണം എന്നതിനർത്ഥമില്ല. പ്രോപ്പറായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്താൻ ശ്രമിക്കുക. പ്രോപ്പറായിട്ടുള്ള ആൾക്കാർക്ക് ഓരോ കാര്യങ്ങൾ അസൈൻ ചെയ്ത് കൊടുക്കുക. നൈസായിട്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ ഫോക്കസ് ചെയ്യാം, അവർക്ക് അവരുടെ ജോലിയിൽ ഫോക്കസ് ചെയ്യാം. കമ്പനി താഴോട്ട് പോകത്തില്ല, കമ്പനി മുകളിലോട്ടേ പോകുള്ളൂ. പിന്നെ മെയിനായിട്ട് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു 1-2 ടിപ്സാണ് ഇനി പറയാനുള്ള കാര്യം. അതെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നമുക്ക് കുറേ ടൂൾസ് അവൈലബിൾ ആണ്, ടൂൾസ് അവൈലബിൾ ആണ്. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓട്ടോമേറ്റഡ് ആയിട്ട് നടത്താൻ പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ള ടൂൾസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഡിഗ്രിക്കകത്താണെങ്കിലും AI ഒരു കോഴ്സ് തന്നെ നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, വർക്കിംഗ് പ്രൊഫഷണൽ ആയിക്കോട്ടെ, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ പണിയും എളുപ്പമാക്കാൻ ഒരുപാട് ടൂൾസ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ, ഒരു വീഡിയോ എഡിറ്ററിന് 1 ദിവസം 2 ദിവസം എടുക്കുന്നത് പല ടൂളുകളുണ്ട്. സ്പോട്ടിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് തരുന്ന ടൂൾസ് ഉണ്ട്. പല ഷോർട്ട് ഫോം കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ടൂൾസ് ഉണ്ട്. അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ എക്സൽ, അതുപോലെ അവരുടെ വർക്കിലുള്ള കാര്യങ്ങൾ, ലീഡ് ജനറേഷൻ, മാർക്കറ്റിംഗ് സൈഡിലുള്ള കാര്യങ്ങൾ, ഇതിനെല്ലാം ടൂൾസ് ഉണ്ട്. അപ്പം
നമ്മൾ ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന് ഇത് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ കാരണം അവർക്ക് ഏറ്റവും വാല്യുബിളായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം അവരുടെ ടൈമാണ്. ഓരോ ടൈം എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ, കാരണം നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു കോളേജുകാർ പറയുന്ന ഒരു ഡിഗ്രിയിലോ ഓരോ കമ്പനിക്കാർ പറയുന്ന ഒരു സർട്ടിഫിക്കേഷനോ അല്ല, ഹൗ യു ക്യാൻ മേക്ക് മണി എന്നുള്ള ഒരു കാര്യത്തിൽ. കാരണം നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റുഡൻറ്റിന് എങ്ങനെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഈ വർഷങ്ങൾ കോളേജിൽ പോയാൽ വർഷങ്ങൾ ഡിഗ്രിക്കോ വർഷങ്ങൾ ഒരേ കോഴ്സ് എടുത്ത് സമയം കളയുക എന്നുള്ളതല്ല. അപ്പം ആ ലെവലിൽ അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ടൈം കറക്റ്റായിട്ട് മാനേജ് ചെയ്യാനും അത് യൂസ് ചെയ്യാനും പറ്റും. അപ്പം അതിന് വേണ്ടി ലെവറേജ് ചെയ്യാനും ഈ പറഞ്ഞ എല്ലാ ടൂൾസും അവർ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അങ്ങനെയുള്ള ടൂൾസ് ഇതിനെപ്പറ്റി പഠിക്കുക, കാര്യങ്ങൾ അറിയുക, നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ സിമ്പിളായിട്ടുള്ള ഒരു ഹാക്ക് കൂടെ ഞാൻ പറയാം. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ടാസ്കുകൾ മിസ് ഔട്ട് ആവുന്ന ഒരു സമയമായിരിക്കും. കാരണം നിങ്ങൾ ഈ 100 കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ പലപ്പോഴും കട്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ വളരെ കുറച്ച് സമയം എടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മിസ് ഔട്ടായി പോകും. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഒരു റൂളുണ്ട്, 2 മിനിറ്റ് റൂൾ. ഒരു കാര്യം, ഒരു ടാസ്ക് നിങ്ങൾക്ക് 2 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അപ്പം തന്നെ ചെയ്ത് തീർക്കുക. അപ്പം നിങ്ങളുടെ ഒരു ടാസ്ക് അവിടെ കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം പോകുന്നില്ല, നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത രീതിയിൽ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ഡിപ്പ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം ഈ പറഞ്ഞ എല്ലാ സിറ്റുവേഷനിൽ നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ ഈ പറഞ്ഞ ടീം ബിൽഡിങ്ങിൻ്റെ സമയത്ത് കുറേ പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ നമ്മൾ ഓരോ ആൾക്കാർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രശ്നങ്ങൾ വരും. നമ്മൾ പല കാര്യങ്ങളുടെ പുറകെ ഓടുമ്പോൾ നമ്മുടെ മെയിൻ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ പോകും. ഒരു സൈഡ് ശരിയാക്കുമ്പോൾ മറ്റേ സൈഡ് കുളമാവും. അപ്പം ഇതെന്ന് പറയുന്നത് എല്ലാവർക്കും, എല്ലാ ബിസിനസ്സുകാരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ചില ആൾക്കാർ, ഇതിൽ ചില സ്റ്റാഫുകൾ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടി പണിയായിരിക്കും. നമ്മൾ തന്നെ ഇരുന്ന് ചെയ്താൽ പോലും അത്രയും പണി വരത്തില്ല, കുറേ സമയം പോകും. അപ്പം ഐഡൻറ്റിഫൈങ് ദ റൈറ്റ് പീപ്പിൾ എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പം ഹൗ ടു ഐഡൻറ്റിഫൈ റൈറ്റ് പീപ്പിൾ അങ്ങനെയുള്ളതിനെ പറ്റി ഞാനൊരു വീഡിയോ എക്സ്ട്രാ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ എത്രത്തോളം എഫിഷ്യൻസി കൂടുന്നുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം നന്നായിട്ട് കാര്യങ്ങൾ നീക്കാൻ പറ്റുന്നുണ്ടെന്നും എന്തായാലും നിങ്ങൾ കമൻസിൽ പറയുക, അല്ലെങ്കിൽ എന്നെ അറിയിക്കുക. നമ്മുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഇൻഫർമേഷൻ എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് കൂടുതൽ വേണമെങ്കിൽ എന്ത് വീഡിയോ ആണ് വേണ്ടതെന്ന് കമൻറ്റിൽ പറയുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. I'll see you on another video. Until then, take care. Bye bye. Peace.